എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ ഹേജുന്റെ അമ്മേനെ കാണിച്ചുകൊണ്ടാണ് അവരവിടെ മുട്ടുകുത്തി വരുന്ന എല്ലാവരുടെ മാപ്പൊക്കെ പറയും. അവരിവിടെ പറയുന്നത് തന്നെ ഞാൻ അവന്റെ ലൈഫിലോട്ട് കടന്നു വരാഞ്ഞതേ അവന്റെ ഹാപ്പിനെസ്സിനെ ഞാൻ വെറുതെ നശിപ്പിക്കേണ്ട എന്ന് ആലോചിച്ചിട്ടാ. അവൻ നിങ്ങളുടെ കൂടെ ഭയങ്കര ഹാപ്പി ആയിരുന്നില്ലേ? എന്നാൽ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ അവന്റെ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കും, അങ്ങനെയല്ല, നിങ്ങളുടെ പ്രസൻസ് അവന് ഭയങ്കര ആവശ്യമായിരുന്നു, അവൻ ഞങ്ങളുടെ കൂടെ ഹാപ്പി ആയിരുന്നു എന്നും വെച്ചിട്ട് അവൻ അവന്റെ അമ്മേനെ മിസ് ചെയ്യാണ്ടിരുന്നിട്ടൊന്നുമില്ല. ഇതൊക്കെ കേൾക്കുന്നതും അവന്റെ അമ്മയ്ക്കും കാര്യം മനസ്സിലാവും. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ സന്നയ്ക്ക് നല്ല ജലസ് അടിക്കുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഹേജുന്റെ അമ്മയ്ക്ക് അറ്റ്ലീസ്റ്റ് അവനെ പറ്റി കെയർ എങ്കിലും ഉണ്ട്. എന്നാൽ നമ്മുടെ സൻഹയുടെ അമ്മയ്ക്ക് അങ്ങനെ അല്ലല്ലോ. അവരെപ്പോഴും നമ്മുടെ സൻഹേനെ വഴക്ക് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സൻഹയുടെ അമ്മയാണെങ്കിൽ അവന്റെ വീട്ടിലായിട്ടിരിക്കുന്നതാണ്. ഹേജുനാണെങ്കിൽ സൻഹേനെ കോണ്ടാക്ട് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും, എന്നാൽ സൻഹേനെ കിട്ടത്തതേ ഇല്ല. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ജുവോണും സൻഹയും കൂടി തിരിച്ച് വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ പറയും, എല്ലാവരും എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുന്നത്? ഹേജുനും അവന്റെ അമ്മയ്ക്കും പരസ്പരം അങ്ങോട്ട് സംസാരിച്ചൂടെ? അവിടെ നമ്മളുടെ സൻഹ പറഞ്ഞ് മനസ്സിലാക്കും, നീയും ഞങ്ങളുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ടല്ലോ. നിന്റെ അടുത്ത് എല്ലാവരും നിനക്ക് അമ്മയില്ലാത്തതിന്റെ പേരിൽ കുറ്റം പറയുമ്പോൾ നീ അത് ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് അവരുടെ കാര്യം. എല്ലാ കാര്യങ്ങളും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ജുവോൺ പറയും, അതും ശരിയാണ് എന്ന്. ഇവിടെ നമ്മളുടെ സൻഹ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അതിനെപ്പറ്റി നമ്മളുടെ ജുവോൺ ചോദിക്കുമ്പോൾ അവനവിടെ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞങ്ങ് മാറും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മുടെ സൻഹയുടെ അനിയത്തിയും അമ്മയും കൂടി ചേർന്നിട്ട് അവന്റെ റൂമൊക്കെ വന്ന് നോക്കുന്നതാണ്. സോഹിക്ക് സൻഹയുടെ റൂം നല്ല ഇഷ്ടപ്പെടും, എന്നാൽ അമ്മയ്ക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവിടെയായിട്ട് അമ്മ പറയും, ഒരു മാസത്തേക്കാണ് താമസിക്കാൻ വന്നെങ്കിലും അവന് നല്ലൊരു റൂം എടുത്തുകൂടായിരുന്നോ എന്ന്. അവിടെ നമ്മളുടെ ഹേജുൻ ഇത് കേട്ടിട്ട് വയ്ക്കും, ഒരു മാസത്തേക്കോ? അവൻ ഇവിടേക്ക് പെർമനന്റ് ആയിട്ട് വന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ സൻഹയുടെ അമ്മ പറയും, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ്, നീ ഇതിൽ തലയിടേണ്ട ആവശ്യമില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, ആ കഥകു അടച്ചേക്കണം എന്ന്. അപ്പോൾ നമ്മളുടെ ഹേജുന് ഭയങ്കര ദേഷ്യം. എന്നിട്ട് അവൻ പറയും, ഞാനും അവന്റെ ഫാമിലിനെ പോലെ തന്നെ, അല്ലാണ്ട് ഞാൻ അവനെ അന്യനൊന്നും അല്ല. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ഹേജുന് അവിടെ നിന്നങ്ങ് പോവും. പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്തുവാ, അവിടെയായിട്ട് നമ്മുടെ സൻഹയും ജുവോണും കൂടി കയ്യും പിടിച്ച് നടന്നു വരുമായിരുന്നു. അവര് നമ്മളുടെ ഹേജുനെ കാണുന്ന പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് നെർവസ് ആവും. നമ്മുടെ ഹേജുനായിരുന്നാലും ഇവരെ ഒരുമാതിരി സംശയത്തോടെ നോക്കിക്കൊണ്ട് വരുന്നത്. അവർ വിചാരിക്കും ഹേജുന് ഇവിടെ സത്യമൊക്കെ മനസ്സിലായി എന്ന്. എന്നാൽ ഹേജുൻ ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും എവിടെ പോയിരിക്കുമായിരുന്നു? അവിടെയായിട്ട് നമ്മുടെ സന്ന പറയും, ഞങ്ങളൊരു വോക്കിന് പോയതാ എന്ന്. ഹേജുൻ പറയുന്നത് തന്നെ, നിങ്ങളെ ഞാൻ എത്ര തവണ കോൾ ചെയ്തു, നിങ്ങൾ എന്താ ഫോൺ എടുക്കാഞ്ഞത്? നിന്റെ അമ്മയും അനിയത്തി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്നേ സൻഹ നല്ല അപ്സെറ്റ് ആവും. അവിടെ നമ്മളുടെ ജുവോൺ പറയും, ഞാനും നിന്റെ കൂടെ വരുന്നു എന്ന്. എന്നാൽ സൻഹ പറയുന്നത്, നീ വീട്ടിലോട്ട് പോ, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന്. എന്നാൽ നമ്മളുടെ ഹേജുൻ ആണെങ്കിൽ പറയും, ജുവോൺ നീ വീട്ടിൽ പോണ്ട, എനിക്ക് അവന്റെ അമ്മേനെ ഭയങ്കര പേടിയാ എന്ന്. അവിടെ നമ്മുടെ സൻഹ പറയും, അങ്ങനെയാണെങ്കിൽ ഹേജുനും ജുവോന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ, ഞാൻ എൻ്റെ അമ്മേനെ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ വീട്ടിലോട്ട് ചെന്ന് കയറും. അവിടെ ചെല്ലുന്നേ സൂഹി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവനെ വന്ന് കെട്ടിപ്പിടിക്കും. ഇവൻ അവന്റെ അമ്മേനെ കാണാൻ ചെല്ലുന്നത് അമ്മ പറയും, നിന്നോട് ഞാൻ പറഞ്ഞതാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ നമ്മളുടെ സൻഹ പറയും, ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് എന്നല്ലേ വന്നത്, ഞാൻ ഇവിടെ ഇനി പെർമനന്റ് ആയിട്ട് നിൽക്കുക എന്ന്. ഇത്രയും നാളും ഞാൻ നിങ്ങളുടെ കാര്യം കെയർ ചെയ്ത് നിങ്ങളുടെ കൂടെ നിന്നു. അവിടെ സൻഹയുടെ അമ്മ പറയുന്നത്, നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയൂ എന്നാ. സൻഹ പറയും, എനിക്ക് നന്നായിട്ടറിയാം അമ്മ ഒന്നും ചെയ്യത്തില്ല എന്ന്. ഞാൻ ഇത്രയും നാളും അമ്മേനെ കെയർ ചെയ്തു, എന്നാൽ അമ്മയ്ക്ക് എന്നെ പറ്റി ഒരു കെയറിങ്ങും ഇല്ല എന്നൊക്കെ നമ്മുടെ സൻഹ പറയാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്കും കാണിക്കും. അവൻ്റെ അമ്മ പലപ്പോഴും സൂയിസൈഡ് ചെയ്യാൻ നോക്കുമ്പോഴെല്ലാം നമ്മുടെ സൻഹ തന്നെയാണ് അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോഴവൻ്റെ അമ്മയാണെങ്കിൽ അവരുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ബ്ലെയിം ചെയ്യുന്നത് തന്നെ നമ്മുടെ സൻഹേനെയാണ്. എങ്കിലും സൻഹ അതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ടേ ഉള്ളൂ. ഇവിടെ നമ്മളുടെ സൻഹ പറയാൻ തുടങ്ങും, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ സ്നേഹിച്ചിട്ടേ ഇല്ല. അവിടെയായിട്ട് നമ്മുടെ സൻഹയുടെ അമ്മ പറയും, നിന്നോട് ആരാ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അവന്റെ ചെവിക്കുറ്റി നോക്കി ഒരു അടിയങ്ങ് വെച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് സൂഹി വരും. എന്നിട്ട് അവന്റെ അമ്മ പറയും, എന്റെ മോള് മരിച്ചപ്പോൾ ഞാൻ എന്തുമാത്രം തകർന്നു പോയെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കും. ഇത്രയൊക്കെ പറയുന്നേ നമ്മുടെ സൻഹ എവിടെ പറയും, എന്തൊക്കെയായിരുന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഇനി സിയോളിലോട്ട് വരത്തില്ല എന്നും പറഞ്ഞ് അവൻ എവിടെ നിന്ന് ഇറങ്ങാനൊരുങ്ങും. കൂട്ടത്തിൽ തന്നെ അവന്റെ അമ്മയെടുത്തും അനിയത്തെടുത്തും തിരിച്ചു പോകാനും പറയും. ഇവിടെ നമ്മളുടെ സൻഹ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അവനാണെങ്കിൽ അവന്റെ സങ്കടം സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും അവൻ ഇപ്പോൾ ഇക്കാര്യമൊന്നും നമ്മുടെ ജുവോണിന്റെ അടുത്തും പറയാൻ പറ്റത്തില്ല. അവനത് പറയാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നാൽ ജുവോണിന്റെ വീടിന്റെ മുമ്പിൽ എത്തുന്നതും അവനെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ഹേജുനും ജുവോണോട് സംസാരിക്കുന്നതാ. സൻഹയുടെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അവിടെയായിട്ട് നമ്മളുടെ ജുവോൺ പറയും, ഞാൻ തിരക്കിയായിരുന്നു, അവനിപ്പോൾ അവന്റെ ഹോസ്പിറ്റലിലുണ്ട്, അവന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ട് ഉറങ്ങാൻ പോയതേ ഉള്ളൂ എന്ന്. അവിടെ നമ്മളുടെ ഹേജും പറയും, എന്നാലും അവന് നമ്മളുടെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ട് പോവായിരുന്നു. കൂട്ടത്തിൽ തന്നെ ഹേജുൻ ചോദിക്കും, അല്ല ദാൽ എന്തിയെ, അവൾ ഇന്നത്തെ ദിവസം രാത്രി വീട്ടിൽ വന്നിട്ടില്ലല്ലോ, അവൾ എവിടാ പോയിരിക്കുന്നേ? അപ്പൊ നമ്മളുടെ ജുവോൻ പറയാൻ തുടങ്ങും, അവൾ എന്തൊക്കെയായിരുന്നാലും ഒരു അഡൾട്ട് അല്ലേ, അപ്പൊ പിന്നെ അവൾക്ക് അവളുടെ തീരുമാനമൊക്കെ സ്വന്തമായിട്ട് എടുക്കാൻ അറിയാം. ഇവിടെ നമ്മളുടെ ഹേജുൻ ഭയങ്കര അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൻ ചോദിക്കും, ഇനി ദാലിന് വല്ല ബോയ് ഫ്രണ്ടും കിട്ടിയോ എന്ന്. അപ്പൊ നമ്മളുടെ ദാൽ ചോദിക്കും, എന്താ നീ അവളുടെ കാര്യത്തിൽ ഇത്രയും കെയറിംഗ് ഒക്കെ കാണിക്കുന്നത്? അവളുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ട് അവൾ ഇന്നലെ അവളുടെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. അല്ല, അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിനക്കിപ്പോ എന്തോ
എന്തുവാ? അപ്പം നമ്മളുടെ ഹേജും പറയാൻ തുടങ്ങും, അവൾ എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരിയല്ലേ, സോ എനിക്ക് എന്തായിരുന്നാലും ടെൻഷൻ കാണുമോ എന്ന്. അപ്പോൾ നമ്മളുടെ ജുവോൺ പറയും, അങ്ങനെയുള്ള ടെൻഷനാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് നീ കയ്യിൽ തന്നെ വെച്ചോ എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ജുവോൺ പറയും, ഞാൻ എന്തായിരുന്നാലും പോകുന്ന വഴിക്ക് സാനിക്ക് ഫുഡ് കൊടുത്തിട്ട് പോവാ എന്ന്. എന്നാൽ നമ്മളുടെ ഹേജും പറയും, വേണ്ട ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന്. എന്നാൽ നമ്മളുടെ ജുവോൺ അത് സമ്മതിക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹേജിന് അവളെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് ചോദിക്കും, അല്ല നീ എന്തോ ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കുന്നത്, എന്തോ ഉണ്ട്. എന്നാൽ നമ്മളുടെ ജുവോൺ എന്ത് പറയണോ എന്നറിയത്തില്ലായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ഹേജും പറയും, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ നമ്മുടെ ഹേജിനാണെങ്കിൽ നമ്മളുടെ സൻഹയുടെ ആ ഒരു ഡ്രോയറിൽ നിന്ന് അവൻ്റെ സ്ലീപ്പിംഗ് പിൽസ് കിട്ടും. ഇത് കാണുന്നേ നമ്മളുടെ ഹേജും ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സൻഹയ്ക്കാണെങ്കിൽ ജുവോണിന്റെ മെസ്സേജ് വരുന്നതാ, അവൾ അവനെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട്. സൻഹ വേഗം തന്നെ പുറത്തോട്ട് വരുമ്പോൾ അവിടെയായിട്ട് നമ്മളുടെ ജുവോണിനെ കാണും. ഇവന് ഭയങ്കര സന്തോഷമാണ്. അവൻ ഇത്രയും നേരം ഉണ്ടായിരുന്ന ഗിൽറ്റും വിഷമവും എല്ലാം മറന്നിട്ട് അവൻ ചിരിക്കാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ ഹീജുവും വരും. അവളാണെങ്കിൽ നമ്മളുടെ ജുവോണിന്റെ മുഖം കാണത്തില്ല, എന്നാൽ ബാക്ക് വശം മാത്രമാണ് കാണുന്നത്. അവൾക്കപ്പോൾ മനസ്സിലാവും, അതായത് നമ്മുടെ സൻഹ പറയുന്ന അവൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുവോൺ തന്നെയായെന്ന്. ഇവിടെയായിട്ട് ജുവോൺ ആണെങ്കിൽ അവനെ കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനൊരുങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ഹേജിനാണെങ്കിൽ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നതാ, അതായത് സൻഹയ്ക്ക് ഇപ്പോൾ ഉറക്കമില്ല, അവൻ സ്ലീപ്പിംഗ് പിൽസ് എടുത്തുകൊണ്ടിരിക്കുവാണ്, ഇന്നലെ രാത്രി അവൻ്റെ അമ്മയും അനിയത്തി അവനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജുവോണിൻ്റെ അച്ഛൻ ഭയങ്കര ടെൻഷനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹയുടെ അച്ഛനെ വിളിച്ച് കാര്യം പറയും. എന്നിട്ട് പറയും, നമുക്ക് രണ്ടുപേർക്കും ഇരുന്നൊന്ന് സംസാരിക്കണോ എന്ന്. ഹേജിനാണെങ്കിൽ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയും, ഞാൻ അവൻ്റെ കൂടെ എപ്പോഴും സംസാരിക്കുമായിരുന്നു, എന്നാൽ അപ്പോഴൊന്നും എനിക്ക് ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇവിടെ നമ്മുടെ ജുവോണിൻ്റെ അച്ഛൻ പറയാൻ തുടങ്ങും, എന്തൊക്കെയായിരുന്നാലും നീയും ജുവോണും അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് അവൻ ഇപ്പോഴും ഓക്കെ ആയിട്ടിരിക്കുന്നത്, നമുക്ക് അവൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ജുവോണും സൻഹയും കൂടി സംസാരിക്കുന്നതാണ്. ജുവോൺ അവിടെ പറയും, നീ എൻ്റെ അടുത്ത് ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാറില്ല, നീ നിൻ്റെ ഫീലിങ്സ് എല്ലാം എപ്പോഴും ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് സൻഹ പറയും, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ അത് മതിയെന്ന്. നമ്മുടെ ജുവോൺ അവിടെ പറയും, എനിക്ക് നന്നായിട്ടറിയാം നിൻ്റെ അമ്മയും അനിയത്തി എന്ന് പറഞ്ഞാൽ നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നീ അവരെ നോക്കിയേ പറ്റത്തുള്ളൂ എന്ന്. ഇത്തവണ നീ സിയോളിൽ പോകുന്നെങ്കിൽ പോക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, സിയോൾ ഇവിടെ നിന്ന് അത്ര ദൂരെയൊന്നും അല്ലല്ലോ, എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് നമ്മളുടെ ജുവോൺ പറയും. എന്നാൽ സൻഹ പറയുന്നത്, നീ എന്നെ എന്തൊക്കെയായിരുന്നാലും വിടരുത്, ഞാൻ പോകാനൊരുങ്ങിയാലും നീ എന്നെ പിടിച്ചു വെച്ചിട്ട് പറയണം, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ജുവോൺ പറയും, എടപ്പൊട്ട എനിക്ക് നന്നായിട്ടറിയാം, നിന്നെ ഞാനിപ്പോൾ പോകാൻ അനുവദിച്ചാൽ നീ പോകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സൻഹ അവളെ കെട്ടിപ്പിടിക്കും. അവിടെ നമ്മളുടെ ജുവോണിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ആരെങ്കിലും അവരെ കാണുമോ എന്ന്. എന്നാൽ സൻഹ പറയും, ആരെങ്കിലും കണ്ടാൽ അത്രയും നല്ലതല്ലേ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ അവളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ സൻഹയുടെ അച്ഛനെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ സൻഹയുടെ അച്ഛൻ ചോദിക്കും, അല്ല നീ ഹേജിൻ്റെ അമ്മേനെ കണ്ടിട്ട് എന്തായി? അവിടെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛൻ പറയാം, അവരൊരു പാവമാണ്, അവരാണെങ്കിൽ അവരുടെ പ്രശ്നത്തിൽ എന്നെ ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നടക്കുക എന്ന്. ഉടനെ തന്നെ സൻഹയുടെ അച്ഛൻ പറയും, എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് അവരെ ഭയങ്കര ഇഷ്ടമാ എന്ന്, അതുകൊണ്ടാണല്ലോ നീ ഹേജിനെ എടുത്ത് വളർത്താൻ തീരുമാനിച്ചത്, നീ അന്നേ അവരെങ്ങ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ സൻഹയുടെ അച്ഛൻ അയാളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് പറയും, മര്യാദയ്ക്ക് സൻഹയുടെ അടുത്ത് പോയി സംസാരിച്ചോണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സൻഹനെ കാണാൻ വേണ്ടിയിട്ട് സൂഹി വരുന്നതാണ്. അവള് പറയും, എൻ്റെ ഗ്രാജുവേഷൻ വരെയെങ്കിലും ചേട്ടന് ഞങ്ങളുടെ കൂടെ നിന്നൂടെ എന്ന്. ഇവിടെ നമ്മളുടെ സൻഹ അതിനെപ്പറ്റി ഇരുന്ന് ആലോചിക്കും. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ സൻഹയുടെ അമ്മേനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഓൾറെഡി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഫ്രാക്ചർ ഇല്ല, നെർവ് ഇഷ്യൂ ഇല്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല, ഒന്നീ അവർ ഈ ഡിസേബിൾ ആയിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് മെൻ്റലി എന്തെങ്കിലും ഇഷ്യൂ കാണും എന്ന്. അവിടെ നമ്മളുടെ സൻഹയാണെങ്കിൽ സൂഹിനെ പറഞ്ഞ് മനസ്സിലാക്കും, അമ്മയ്ക്കിപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുമ്പോഴാണ് അമ്മ എപ്പോഴും ഇങ്ങനെ വയ്യാത്തതുപോലെ പ്രിറ്റൻഡ് ചെയ്യുന്നത്, നിൻ്റെ കൂടെ ആകുമ്പോൾ അമ്മയ്ക്ക് എന്തായിരുന്നാലും ഓക്കെ ആയിക്കോളും, അമ്മയ്ക്ക് കുറച്ച് ടൈം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ സൻഹ അവളെ സമാധാനിപ്പിക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ജുവോണിൻ്റെ ബേക്കറിയിലായിട്ട് നമ്മുടെ സൻഹയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ വരുന്നതാണ്. അവിടെ നമ്മളുടെ ജുവോണിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് പറയാൻ തുടങ്ങും, സൻഹനെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും അവൻ്റെ അമ്മയെ നീത്തി ഹോസ്പിറ്റലിൽ വരക്കുവാണ്, അവനാണെങ്കിൽ ഡ്യൂട്ടി ഇല്ലെങ്കിലും അവൻ ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിൽക്കുക. എനിക്ക് തോന്നി അവൻ്റെ അമ്മേനെ അനിയത്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാ. രാത്രിയാവുന്നേ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ സൻഹയ്ക്ക് മെസ്സേജ് അയക്കും. അവൻ പറയും, എനിക്ക് 2 പേഷ്യൻസ് ഉണ്ട്, ഞാനിപ്പോൾ അങ്ങനെ ബിസി ആയി പോയി എന്ന്. നമ്മളുടെ ജുവോണിന് കാര്യം മനസ്സിലാവും. അതായത് സൻഹയ്ക്കാണെങ്കിൽ ഇപ്പം നമ്മളുടെ ജുവോണിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ല, അത്രയ്ക്ക് അവൻ അപ്സെറ്റ് ആണ് എന്ന്. അതിനുശേഷം കാണിക്കുന്നത് സൻഹനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ ഹോസ്പിറ്റലായിട്ട് വരുന്നതാണ്. അവിടെ അവൻ്റെ അമ്മ പറയാൻ തുടങ്ങും, എനിക്ക് നന്നായിട്ടറിയാം ഞാനൊരു നല്ല അമ്മയല്ല എന്ന്, അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ മോളെ നഷ്ടപ്പെടുത്തിയത്. ഇത് കേൾക്കുന്നേ നമ്മുടെ സൻഹ പറയും, അങ്ങനെയൊന്നും ഇല്ല എന്ന്. എന്നാൽ ഇവൻ്റെ അമ്മയാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഭയങ്കര ഇമോഷണലി സംസാരിക്കാൻ തുടങ്ങും. അതായത് നമ്മുടെ സൻഹയെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ഇവർ ഒരുങ്ങുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ദാലിനിയാണ്. അവളാണെങ്കിൽ അവളുടെ വീട്ടിലിരുന്നിട്ട് രാമനും കഴിച്ച് കൂടെ തന്നെ ഡ്രിങ്കും ചെയ്യുമായിരുന്നു. പെട്ടെന്ന് തന്നെ കോളിംഗ് ബെല്ല് കേൾക്കുന്നതും വന്ന് നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ട് നമ്മുടെ ഹേജിന വന്നേക്കുന്നത്.
നിൽക്കുന്നത്. ഇവനെ കാണുന്ന പെട്ടെന്ന് തന്നെ ദാലാണെങ്കിൽ ഈ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ആ പാത്രം എല്ലാം ഒക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കാൻ തുടങ്ങും. ഹേജൻ റൂമിലോട്ട് വന്ന് കയറുന്ന അവന് മനസ്സിലാവും ദാൽ ഇവിടെ ഡ്രിങ്ക് ചെയ്യുമായിരുന്നു എന്ന്. അവനെങ്ങനെ റീസൺ ചോദിക്കും. അപ്പോൾ അവൾ പറയും അതായത് എൻ്റെ അമ്മയാണെങ്കിൽ ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു എന്ന്. അമ്മ പറയുന്നത് തന്നെ എൻ്റെ ബോയ് ഫ്രണ്ടിനെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവരാനാണ്. അപ്പോൾ നമ്മുടെ ഹേജൻ ചോദിക്കും നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന്. എന്നാൽ നമ്മളുടെ ദാലി പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അപ്പോൾ നമ്മളുടെ ഹേജും പറയാൻ തുടങ്ങും ഓ നിൻ്റെ ബോയ് ഫ്രണ്ട്സൊക്കെ അല്ലെങ്കിലും നല്ല പണക്കാരായിട്ടുള്ള ഡോക്ടേഴ്സും ലോയേഴ്സൊക്കെ ആയിരിക്കുമല്ലോ, ഞാനതിൽ എവിടെ വരാനാ. അപ്പോൾ നമ്മുടെ ദാലി പറയാൻ തുടങ്ങും ഞാൻ ഇതുവരെ കണ്ട ബ്ലൈൻഡ് ഡേറ്റിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നീ തന്നെയാണ് ബെസ്റ്റ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സൻഹേനെയും അവൻ്റെ അമ്മേനെയാണ്. അവർ പറയുന്നുണ്ട് ഞാൻ എന്തായിരുന്നാലും ഇന്ന് നിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നെ നീ നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണോ എന്ന്. ഇത് കേൾക്കുന്നത് സൻഹയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അവൻ അവൻ്റെ അമ്മേനെ അവൻ്റെ വീട്ടിലായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജുവോൺ വരും. ഇവളെ കാണുന്നത് സൻഹ അവൻ്റെ അമ്മയടുത്ത് പറയാം അമ്മ എന്തായിരുന്നാലും അമ്മയുടെ ഹോട്ടലിലോട്ട് പോ, എൻ്റെ കൂടെ ഹേജുനും താമസിക്കുന്ന അമ്മയ്ക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും എന്ന്. എന്നെ ഇവരാണെങ്കിൽ വീണ്ടും പഴയതുപോലെ സംസാരിക്കാൻ തുടങ്ങും. നിനക്ക് നിൻ്റെ ഫാമിലിനെ പറ്റി ഒട്ടും കെയർ ഇല്ല, നീ ഇങ്ങനത്തെ ഒരു മോനാണോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സൻഹ പറയും സൂഹി അവിടെ ഒറ്റയ്ക്കല്ലേ. ഉടനെ തന്നെ അവൻ്റെ അമ്മ പറയാൻ തുടങ്ങും നിനക്ക് ഇപ്പോഴാണ് അവളെ പറ്റി കെയർ വന്നത്, ഇത്രയും നാളും ഇല്ലാത്ത കെയർ ആണോ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സൻഹേനെ ഒരുപാട് വഴക്ക് പറയും. സൻഹ അവിടെ മാക്സിമം പിടിച്ചിരിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ വന്നിട്ട് സൻഹയുടെ കൈ പിടിച്ചിട്ട് പറയും അവൻ എങ്ങോട്ടേക്കും ഇല്ല, അവൻ എൻ്റെ കൂടെയാണ് നിൽക്കാൻ പോകുന്നത്, ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലോട്ട് പോവാ എന്ന്. ഇത് കേൾക്കുന്നേ സൻഹയുടെ അമ്മയങ്ങ് ഒരുമാതിരിയാവും. ഉടനെ തന്നെ ജുവോൺ പറയും നിങ്ങൾ പോവാൻ നേരത്ത് പണ്ട് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞിട്ട് പോയാൽ ഞാൻ ഇനി സൻഹേനെ എടുത്തോ എന്നല്ലേ, അതെൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു, എന്നെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു സൻഹ എന്തുമാത്രം വിഷമിച്ചിരിക്കുമായിരിക്കും എന്ന്. എന്തൊക്കെയായിരുന്നാലും അന്ന് നിങ്ങൾ എന്നെ സൻഹേനെ ഏൽപ്പിച്ചിട്ട് പോയി, എന്നിട്ട് ഞാൻ 10 വർഷത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവനെ ഞാൻ കടം തരുക ചെയ്തത്. എന്താന്ന് വെച്ചാൽ അവൻ്റെ ഫാമിലിയാണല്ലോ നിങ്ങളെന്ന് ഓർത്തിട്ട്. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, എനിക്ക് എൻ്റെ സൻഹേനെ വേണം, അവൻ എൻ്റെ കൂടെ ആയിരിക്കും നിൽക്കുന്നേ എന്ന് പറയും. പെട്ടെന്ന് തന്നെ സൻഹയും അവൻ്റെ അമ്മയെടുത്താണെങ്കിൽ പറയും അമ്മ തിരിച്ച് വീട്ടിലോട്ട് പൊക്കോ, ക്യാബ് ഞാൻ ബുക്ക് ചെയ്ത് തരാം എന്ന്. ഉടനെ തന്നെ അവൻ്റെ അമ്മ ചോദിക്കും ഓ അപ്പം നീ ഈ പെണ്ണിന് വേണ്ടിയിട്ടാണല്ലേ ഞങ്ങളെല്ലാം കളഞ്ഞിട്ട് സിയോളിൽ നിന്ന് ഇവിടോട്ട് വന്നത്. സൻഹ എവിടെ അതെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞങ്ങ് നടക്കും. നമ്മളുടെ ജുവോണും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ജുവോൺ ആണെങ്കിൽ സൻഹ എടുത്ത് ചോദിക്കും നീ എന്തായിരുന്നാലും നല്ല പണിയാണ് കാണിച്ചത്, ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് 10 വർഷവും നീ ഓക്കെ ആയിരിക്കും എന്നാൽ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി നീ ഒട്ടും ഓക്കെ ആയിരുന്നില്ല എന്ന്. നീ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാഞ്ഞേ, നീ അപ്സെറ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഉറക്കം വരത്തില്ല, അതെന്താ നീ മനസ്സിലാക്കാത്തത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ സൻഹയാണെങ്കിൽ അവളെ മുറുക്ക കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സൻഹ അവരെ വീട്ടിലായിട്ട് വരാൻ നേരത്ത് നമ്മളുടെ ഹീജിന് അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അതും ഒരു ഡ്രിങ്കും കൂട്ടത്തിൽ തന്നെ അവൻ്റെ ആ സ്ലീപ്പിംഗ് പിൽസും എടുത്ത് വെച്ചിട്ട്. ഇത് കാണുന്നേ നമ്മളുടെ സൻഹയാണെങ്കിൽ ഹേജിൻ്റെ അടുത്ത് ദേഷിച്ചിട്ട് ചോദിക്കും നീ എന്തിനാ എൻ്റെ സാധനങ്ങളിലൊക്കെ കൈ വെക്കുന്നത് എന്ന്. അപ്പം നമ്മളുടെ ഹേജും പറയും എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കണം. രണ്ടുപേരോട് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും. ഹേജും പറയും എനിക്ക് നന്നായിട്ടറിയാം നീയും നിൻ്റെ അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്ര സ്ട്രോങ് അല്ല എന്ന്, നീ അത് എല്ലാവരുടെ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്, എന്നാൽ നിനക്ക് നിൻ്റെ അമ്മേനെ നല്ല ഇഷ്ടമാണെന്നും എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ നീ നിൻ്റെ അമ്മേനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നത്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹേജും പറയും ഞാൻ എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് എൻ്റെ അമ്മേനെ മിസ് ചെയ്യുന്നില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ ഞാൻ അമ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നീ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വെറുതെ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നതിന് പകരമായിട്ട് എൻ്റെ കൂടെ ഒരു വോക്കിന് വന്നൂടെ, അതേപോലെ തന്നെ എൻ്റെ കൂടെ നിനക്കിരുന്നൊന്ന് സംസാരിച്ചൂടെ, ഡ്രിങ്ക് ചെയ്തൂടെ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ സന്ന ഭയങ്കര ഇമോഷണലായിട്ട് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജുവോണിനെയാണ്. അവളെ അവളുടെ അച്ഛൻ വിളിച്ചിട്ട് പറയും എല്ലാവരും ഇന്ന് വീട്ടിൽ വരണം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് സംസാരിക്കണം എന്ന്. ജുവോണാണെങ്കിൽ സൻഹേനെയും ഹേജുനെയും വിളിച്ച് കാര്യം പറയാൻ നോക്കും, എന്നാൽ അവരുടെ കോള് കിട്ടത്തില്ല. അവൾ നേരെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും ഭയങ്കര ഒരു ഡ്രങ്കായി അവിടെയാണെങ്കിൽ ഒരുപാട് കുപ്പിയൊക്കെ നിരത്തി വാരി ഇട്ടേക്കുമായിരുന്നു. നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഹേജുനെ അടിച്ചൊക്കെ വിളിക്കും, എന്നാൽ അവ എഴുന്നേക്കത്തില്ല. സൻഹ എടുത്ത് വന്ന് ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുന്നത് അവൻ വേഗം തന്നെ നമ്മളുടെ ജുവോണിനെ അടുത്തോട്ട് പിടിച്ച് കിടത്തിയിട്ട് അവളെ കെട്ടിപ്പിടിച്ച് അവൾക്കൊരു ഉമ്മയും കൊടുക്കും. നമ്മളുടെ ജുവോൺ നല്ല ടെൻഷനിലായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന അവരെല്ലാവരും വീട്ടിൽ വരുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ സൻഹ എല്ലാവരത്തും പറയും എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഞാൻ ഇന്നലെ ഹേജിൻ്റെ കൂടെ ഇരുന്ന് നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്ത് എൻ്റെ പ്രശ്നങ്ങളെല്ലാം നല്ലതുപോലെ പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ട് എന്ന്. കൂട്ടത്തിൽ തന്നെ അവൻ പറയും ഞാൻ എന്തായിരുന്നാലും ഇനി ഇവിടെ തന്നെ കാണും, ഞാൻ എവിടേക്കും പോകത്തില്ല എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ സൻഹയുടെ അച്ഛനാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും കൂടെ കൂടെ നീ എന്നെ കാണാനും വരണം,
എനിക്കറിയാം നീ നല്ല ബിസി ആയിരിക്കുമെന്ന്, എങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ നിന്റെ ഹോസ്പിറ്റലിൽ വന്ന് നിന്നെ കണ്ടോട്ടെ. ഇത് കേൾക്കുന്നേ നമ്മുടെ സൻഹ അവിടെ ഓക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നവർ മൂന്നുപേരും കൂടി ഒരുമിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നയാ. നമ്മളുടെ ജുവോൺ പറയും നമുക്ക് ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക് ചെയ്യണം എന്ന്. എന്നാൽ സൻഹ പറയുന്നത് അവന് ഹോസ്പിറ്റലിൽ കുറച്ച് കാര്യമുണ്ടെന്നാ. അങ്ങനെ അവൻ നേരെ മീറ്റ് ചെയ്യാൻ വരുന്ന നമ്മളുടെ ഹേജുന്റെ അമ്മേനെയായിരുന്നു. അവരുടെ തോന്നിട്ട് പറയും ഞാനും ഹേജുനും പണ്ടുതൊട്ടേ നല്ല ഫ്രണ്ട്സ് ആണ്. യഥാർത്ഥത്തിൽ ഞാൻ അവനെ ഒത്തിരി ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാലേ അവന്റെ അമ്മയും എൻ്റെ അമ്മ എന്നെ കളഞ്ഞിട്ട് പോയതുപോലെ കളഞ്ഞു പോയി എന്ന് ആലോചിച്ചിട്ടാണ്. അവനെ കാണുമ്പോൾ എനിക്ക് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ എനിക്കിപ്പോൾ റീസെന്റ് ആയിട്ടാണ് മനസ്സിലായത് അവന്റെ അമ്മ അവനെ കളഞ്ഞിട്ട് പോയതല്ല, സിറ്റുവേഷൻ കാരണം അവന്റെ അമ്മ അവന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാറി നിന്നതാ എന്ന്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അവൻ്റെ അടുത്ത് ജലസ് ഒന്നും തോന്നുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഹേജുവിൻ്റെ അടുത്ത് സത്യമെല്ലാം തുറന്നു പറയണം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് പോയതായിട്ട് എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഹേജുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് അവർ നമ്മളുടെ സൻഹേനെ നല്ലപോലെ സമാധാനിപ്പിക്കും. സൻഹ പറയും നിങ്ങൾ നിങ്ങളുടെ മോൻ്റെ അടുത്ത് പറയണം നിങ്ങൾ എന്തുകൊണ്ടാണ് അവനെ കളഞ്ഞിട്ട് പോയത് എന്ന്. അതറിയാനുള്ള അർഹത അവനുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ഹേജുനെയാണ്. അവനവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുമായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരും ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനമൊക്കെ കാണുന്നേ. പെട്ടെന്ന് തന്നെ ഹേജുന് ഒരു കാര്യം ഓർമ്മ വരും. അതായത് ഇന്ന് രാവിലെ അവ എഴുന്നേറ്റ സമയത്ത് അവൻ ജസ്റ്റ് മിന്നായം പോലെ കണ്ടായിരുന്നു സൻഹയും നമ്മളുടെ ജുവോണും കൂടി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. അവനത് വിശ്വസിക്കാൻ റെഡിയേ ആയിരുന്നില്ല. അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതൊരു സ്വപ്നമായിരുന്നു എന്നാ. അതിനുശേഷം കാണിക്കുന്ന ഇവരെല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ സൻഹയാണെങ്കിൽ ജുവോണിനെ പിക്ക് ചെയ്ത് ആ ഒരു പാർട്ടിയിലായിട്ട് ജോയിൻ ചെയ്യാൻ വരും. അവൻ നടന്ന കാര്യമൊക്കെ പറയും. അവന് സത്യത്തിൽ നമ്മളുടെ ജുവോണിന്റെ കൂടെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാനായിരുന്നു. ജുവോൺ അവിടെ പറയും കൊച്ചു പിള്ളേരെ പോലെ ആക്ട് ചെയ്യുന്ന ഒന്ന് നിർത്ത്, നമുക്ക് വേണ്ടിയിട്ട് അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ദാലിന്റെ ഫ്രണ്ടും ദാലും കൂടി ഇരിക്കുമായിരുന്നു. ദാലിന്റെ ഫ്രണ്ട് പറയും നീ എന്ത് ലക്കിയാ, നിന്റെ ഫസ്റ്റ് ലവ് ഇപ്പോഴും നിന്റെ നെയ്ബറായിട്ട് എന്നല്ലേ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ദാലാണെങ്കിൽ നമ്മുടെ ഹേജുനെ നോക്കിയിട്ട് പറയും ഇവക്ക് വട്ട, ഇവള് ചുമ്മാ പറയുക എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഹേജും പറയും അതെ സൻഹ ഇപ്പോഴും അവളുടെ നെയ്ബർ അല്ലേ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ദാലിന്റെ ഫ്രണ്ട് ആണെങ്കിൽ അത് മാറ്റി പറയാൻ വരുന്നത് പെട്ടെന്ന് തന്നെ ദാൽ അവളെ എങ്ങ് തടയും. നോക്കുമ്പോൾ എന്തുവാ അവിടുത്തെ ബിയർ എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഹേജുനാണെങ്കിൽ ബിയർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജുവോണിന്റെ വീട്ടിലായിട്ട് പോകാനായിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ സൻഹയും ജുവോണും സൻഹയുടെ വീടിന്റെ മുമ്പിലായിട്ട് വന്ന് നിൽക്കുക. പെട്ടെന്ന് തന്നെ സൻഹ പറയും എനിക്ക് നിന്റെ കൂടെ കുറച്ച് ടൈം കൂടി സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് നേരെ നമ്മളുടെ ജുവോണിന്റെ വീട്ടിലായിട്ട് വരും. അവർ രണ്ടുപേരും നല്ല ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കറക്റ്റ് ആയിട്ട് അവിടേക്ക് നമ്മളുടെ ഹേജും കയറി വരും. അവൻ ഇവര് രണ്ടുപേരും ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഭയങ്കര ഷോക്കായി നോക്കി നിൽക്കും. അവൻ വന്നിട്ട് സൻഹയോട് ചോദിക്കും ഇവിടെ എന്തുവായി നടക്കുന്നേ എന്ന്. സൻഹയാണെങ്കിൽ പറയും അതെ ഞങ്ങൾ ഡേറ്റ് ചെയ്യുവാണ്. എന്നാൽ നമ്മളുടെ ഹേജുനാണെങ്കിൽ വിശ്വസിക്കാൻ റെഡിയേ ആയിരുന്നില്ല. അവൻ വേഗം തന്നെ വന്നിട്ട് നമ്മളുടെ ജുവോണിന്റെ അടുത്ത് പറയും സൻഹയ്ക്ക് പ്രാന്താണ്, അവൻ വെറുതെ തമാശ പറയുന്നതായിരിക്കും, നീ അത് കാര്യമായിട്ട് എടുക്കണ്ട എന്ന്. എന്നാൽ നമ്മളുടെ ജുവോൺ അവൻ്റെ അടുത്ത് പറയും അല്ല അവൻ പറഞ്ഞ സത്യമാണ്, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 ദിവസം ആയതേ ഉള്ളൂ, നിന്റെ അടുത്ത് ഞങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹേജും ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ട് ചോദിക്കും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തീരുമാനിച്ചു, അപ്പോൾ എൻ്റെ കാര്യം എന്തോ, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്, ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടവനാണെന്നും പറഞ്ഞ് അവൻ ഭയങ്കര ഇമോഷണൽ ആവും. അവൻ പറയും എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിന്റെ അടുത്ത് കല്യാണം കഴിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ നീ എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞാൽ ഞാൻ നിന്റെ ബ്രദറാണെന്ന്, ഇവൻ എന്താ നിന്റെ ബ്രദർ അല്ലേ? ഇത്രയും പറഞ്ഞിട്ട് നമ്മളുടെ ഹേജുൻ അവിടെ നിന്ന് ഭയങ്കര സങ്കടപ്പെട്ടങ്ങ് പോവും. നമ്മളുടെ ജുവോൺ നല്ല അപ്സെറ്റ് ആയിരുന്നു. അവൾ ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ വരും. നമ്മുടെ സൻഹയാണെങ്കിൽ ഹേജിന്റെ പുറകെ നടന്നു വരും. അവിടെയായിട്ട് നമ്മളുടെ ജുവോണിന്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു. അവള് പറയും അവർ വരത്തില്ല എന്ന്. ഇതേക്കുന്ന എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞങ്ങ് പോവും. നമ്മളുടെ ദാലിന്റെ അടുത്ത് ജുവോൺ ആണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം കാണിക്കുന്ന സൻഹ വന്ന് നമ്മളുടെ ഹേജിന്റെ അടുത്ത് സംസാരിക്കാൻ ഒരുങ്ങുന്നതാ. അവിടെ ഹേജും പറയും എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ അച്ഛൻ എന്നെ കുഞ്ഞിലേ കളഞ്ഞിട്ട് പോയി, എൻ്റെ അമ്മയും എന്നെ കളഞ്ഞിട്ട് പോയി, ഇപ്പോൾ നീ ജുവോണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ ആ ഫാമിലിയിലെ മെമ്പറാവും, അപ്പോൾ എൻ്റെ കാര്യം എങ്ങനെയാ, ഞാനപ്പോൾ അവിടെ ഒറ്റപ്പെട്ടവനാവും. ഉടനെ എന്നെ സൻഹ പറയും അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, നീ ഞങ്ങളുടെ കൂടെ തന്നെ കാണുമെന്ന്. എന്നാൽ നമ്മളുടെ ഹേജുൻ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ പറയുന്നത് തന്നെ ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് സങ്കടപ്പെട്ടങ്ങ് പോവും. അവിടെ നമ്മുടെ സൻഹ പറയും ഇനി ഞാൻ നിന്റെ പുറകെ നിന്നെ സമാധാനിപ്പിക്കാൻ വരത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹേജുൻ അത് സീരിയസ് ആയിട്ട് എടുക്കും. അതിനുശേഷം കാണിക്കുന്നേ നമ്മളുടെ ജുവോണും ദാലും ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ദാൽ അവിടെ നമ്മളുടെ ജുവോണെ സമാധാനിപ്പിക്കും. അതായത് സൻഹ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുമെന്ന്. എന്നാൽ നമ്മുടെ സൻഹ ഒറ്റയ്ക്കാ വീട്ടിലോട്ട് കയറി വരുന്നത്. ജുവോൻ ചോദിക്കുമ്പോൾ സൻഹ പറയും അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, അവൻ അവൻ്റെ കാര്യം നോക്കാനറിയാം, നീ ടെൻഷൻ അടിക്കണ്ട എന്ന്. രാത്രിയാവുന്ന
ആവുന്നതും നമ്മളുടെ ജുവോണും സൻഹയൊക്കെ നല്ല അപ്സെറ്റ് ആയിരുന്നു. എന്നാൽ നമ്മളുടെ ഹേജുനാണെങ്കിൽ വീട്ടിലോട്ട് കയറി വരും. രാവിലെ ആവുന്നതും നമ്മളുടെ ഹേജുനാണെങ്കിൽ ജോഗിങ്ങിന് പോകാനായിട്ട് ഇറങ്ങുന്നതും ഇത് കാണുന്ന സൻഹ വേഗം തന്നെ നമ്മളുടെ ജുവോണിനെ വിളിച്ചിട്ട് പറയും, അവനിപ്പോൾ ഓക്കെയാണ്, നീ അവൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, അവൻ ദാ ഇപ്പോൾ അങ്ങോട്ട് ജോഗിങ്ങിന് പോയതേ ഉള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹേജുനാണെങ്കിൽ ജോഗിങ്ങിന് പോകാൻ നേരത്ത് പെട്ടെന്ന് തന്നെ പുറകിലായിട്ട് എന്തോ ഒരു സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ദാൽ അവിടെ മറിഞ്ഞു വീണ് കിടക്കുമായിരുന്നു. അവളുടെ കാലിന് ഇഞ്ചുറിയും പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹേജൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരും. സന്നി അവരുടെ കാലിലായിട്ട് ബാൻഡേജ് ഒക്കെ കെട്ടിക്കൊടുക്കും. അവിടെയായിട്ട് നമ്മളുടെ ജുവോൺ വരുന്നതും നമ്മളുടെ ഹേജും പറയാൻ തുടങ്ങും, നിനക്കാണെങ്കിൽ ഒട്ടും ധൈര്യമില്ലല്ലേ എൻ്റെ അടുത്ത് വന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ ദാലിനെ പറഞ്ഞു വിട്ടത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജുവോണിനൊന്നും മനസ്സിലാവത്തില്ല. യഥാർത്ഥത്തിൽ സൻഹ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളുടെ ജുവോണാണ് ഇവൻ്റെ പുറകെ പോകാനായിട്ട് ഒരുങ്ങിയത്. എന്നാൽ അവൾക്ക് പെട്ടെന്ന് തന്നെ ബേക്കറിയിൽ നിന്ന് ഒരു എമർജൻസി കോൾ വരും. അങ്ങനെ അവൾ അവിടോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ദാലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോകുന്നത്. ദാലാണ് സ്വന്തമായിട്ട് ഇവൻ്റെ പുറകെ ഫോളോ ചെയ്ത് വരുന്നത്. ഇവിടെ നമ്മളുടെ ദാല് ഭയങ്കര എംബാരസ്ഡ് ആയിരുന്നു. എന്നാൽ നമ്മളുടെ ജുവോണും ഇവിടെ സത്യമൊന്നും പറയാൻ നിൽക്കത്തില്ല. പെട്ടെന്ന് തന്നെ സൻഹ നമ്മളുടെ ജുവോണിനെയും വിളിച്ചുകൊണ്ടങ്ങ് പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹേജുനും ദാലിനും പരസ്പരം സംസാരിക്കാൻ കുറച്ച് ടൈം കിട്ടട്ടെ എന്ന് ആലോചിച്ച്. എന്നാൽ അവിടെ നമ്മളുടെ ഹേജുനാണെങ്കിൽ പറയും, ശരി ശരി, നിന്റെ ബോയ് ഫ്രണ്ട് വിളിക്കുമല്ലേ, നീ അവൻ്റെ കൂടെ തന്നെ പൊക്കോ എന്ന്. ഇവിടെ നമ്മളുടെ സൻഹയാണെങ്കിൽ ജുവോണിൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് ഞാൻ അവൻ്റെ അടുത്ത് എന്തൊക്കെ പറയാൻ നോക്കിയിട്ടും അവനതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല എന്ന്. US-ലായിരുന്ന സമയത്തായിരുന്നാൽ കൂടി അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ അവൻ്റെ അച്ഛന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു, അതുകൊണ്ട് അവൻ്റെ ആവശ്യം ഇപ്പോൾ അവിടെ ഇല്ല എന്നും പറഞ്ഞിട്ടാ. അവനപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു, അവൻ എവിടേക്ക് പോകുമെന്ന് ആലോചിച്ചിട്ട്. അന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ തിരിച്ച് നമ്മളുടെ നാട്ടിലോട്ട് തന്നെ വാ, നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, നിന്റെ ഫാമിലിയാണ് ഇവിടെ ഉള്ളത് എന്ന്. അപ്പോഴും അവൻ അത് വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. ഇതെല്ലാം നമ്മളുടെ സന്നയാണെങ്കിൽ ജുവോൻ്റെ അടുത്ത് പറയും. അതിനുശേഷം കാണിക്കുന്ന ഹേജനാണെങ്കിൽ ദാലിനെയും കൊണ്ട് വീട്ടിലായിട്ട് പോകുന്നതാണ്. അവിടെ നമ്മളുടെ ഹേജും പറയുന്നത് തന്നെ, എനിക്ക് നന്നായിട്ടറിയാം നിന്നെ ജുവോൺ പറഞ്ഞു വിട്ടതാ എന്ന്. എന്നാൽ നമ്മുടെ ദാലല്ല എന്ന് പറയുമെങ്കിലും അവൻ വിശ്വസിക്കാനേ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജുവോൺ ആണെങ്കിൽ അച്ഛനെ വിളിച്ചിട്ട് ഹേജുൻ്റെ ഫേവറേറ്റ് ഡിഷ് ചോദിക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ എഴുതിയെടുത്ത് അവളത് ഉണ്ടാക്കി നമ്മളുടെ ഹേജുന് കൊടുക്കാനായിട്ടിരുങ്ങും. അവൻ കഴിച്ചിട്ട് ഫുഡ് കൊള്ളാം എന്നൊക്കെ പറയും. അവിടെയായിട്ട് നമ്മളുടെ ജുവോൺ പറയും, നീ എന്നോട് ക്ഷമിക്കണം, നീ എൻ്റെ സ്വന്തം ബ്രദർ അല്ലേ, ഞാൻ നിന്നെ അങ്ങനെ തന്നെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഉടനെ തന്നെ ഹേജുൻ ചോദിക്കും, എനിക്ക് സൻഹയ്ക്ക് ഇടയിൽ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ നീ ആരുടെ കൂടെ നിൽക്കും? പെട്ടെന്ന് തന്നെ നമ്മുടെ ജുവോൺ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഉരുണ്ട് കളിക്കും. ഉടനെ തന്നെ നമ്മുടെ ഹേജുന് ദേഷ്യം വന്നിട്ട് അവൻ പോകാനൊരുങ്ങും. അപ്പോൾ നമ്മളുടെ ജുവോൺ പറയും, ഇല്ല ഇല്ല, ഞാൻ നിന്റെ കൂടെ നിൽക്കത്തുള്ളൂ, നീയല്ലേ എൻ്റെ സ്വന്തം ബ്രദർ. അവിടെയായിട്ട് സൻഹ വരുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹേജുൻ അങ്ങ് ഒരുമാതിരിയാവും. അവൻ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ നമ്മളുടെ ജുവോൻ്റെ അടുത്തേക്കും, നീ ഐസ്ക്രീം കഴിക്കാൻ വരുന്നോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോൺ അവൻ്റെ കൂടെ പോകാനൊരുങ്ങും. സൻഹയും വരുന്നെന്ന് പറയും. എന്നാൽ നമ്മളുടെ ജുവോൺ പറയും, വേണ്ട വേണ്ട, നീ എവിടെ ഇരിക്കും, ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ പൊക്കോളാം എന്ന്. അങ്ങനെ രണ്ടുപേരും നടക്കാനായിട്ട് ഒരുങ്ങും. അവിടെ നമ്മളുടെ സൻഹയാണെങ്കിൽ ജുവോൺ ഉണ്ടാക്കിയ ആ ഒരു ഫുഡൊക്കെ കഴിക്കാനൊരുങ്ങും. അതിൽ നല്ല എരി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വിചാരിക്കുന്നത് തന്നെ ഈ ഹേജുൻ എങ്ങനെയാണ് ഇത് കഴിച്ചത് എന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ഹേജുനും ജുവോണിനോട് സംസാരിക്കുന്നതാ. ഹേജുനോട് പറയും, നീ വേഗം തന്നെ അച്ഛൻ്റെ അടുത്ത് കാര്യം പറയണം, ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിച്ചു തരത്തില്ല. അതേപോലെ തന്നെ ആയിരിക്കും അച്ഛനും. ഞങ്ങളിങ്ങനെ പറയാനുള്ള റീസൺ തന്നെ, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്കിടയിൽ വല്ല അടിയോ പ്രശ്നമോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫാമിലി തന്നെ തകർന്നു പോകും. എനിക്കതിൽ നല്ല പേടിയുണ്ട്. അപ്പോൾ നമ്മളുടെ ജുവോൺ പറയും, എനിക്കത് നന്നായിട്ടറിയാം, അവനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അവനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ സൻഹയുടെ അച്ഛനാണെങ്കിൽ അവനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലായിട്ട് വരുന്നതാണ്. സൻഹയുടെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ് പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ ജുവോണിൻ്റെ ബേക്കറിയിലായിട്ട് പോയി എൻ്റെ വൈഫിന് വേണ്ടിയിട്ടൊരു കേക്ക് വാങ്ങിക്കാം എന്ന്. സൻഹയുടെ അച്ഛൻ വന്ന് നോക്കുമ്പോൾ എന്തോ അവിടെ നമ്മളുടെ സൻഹയാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹീജിനോട് സംസാരിക്കുമായിരുന്നു. അയാൾക്ക് കാണുമ്പോൾ തോന്നും ഇത് നമ്മളുടെ സൻഹയുടെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും എന്ന്. അയാൾ അവിടെ ഈ പെങ്കൊച്ചിനെ ഇൻവൈറ്റ് ചെയ്യും. കൂട്ടത്തിൽ തന്നെ പറയും, ഹീജുനും വരുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ ഈ ഹീജു ആണെങ്കിൽ വേഗം തന്നെ ഇവരുടെ കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. അതേസമയം തന്നെ നമ്മളുടെ ജുവോണിൻ്റെ ബേക്കറിയിലായിട്ട് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടില്ലേ, അവൻ വന്നിട്ട് ഇവളുടെ അടുത്ത് ഒരു റൈഡിന് പോവാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മളുടെ സൻഹയുടെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ കൊളീഗില്ലേ, അയാൾ ശ്രദ്ധിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ സൻഹയുടെ അച്ഛനാണെങ്കിൽ ജുവോണിൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതാ. അതായത് സൻഹയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയെന്നാണ് തോന്നുന്നത്, ആ പെങ്കുച്ച് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു എന്ന്. അതേപോലെ തന്നെ നമ്മളുടെ ജുവോണിന് ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയെന്നാണ് തോന്നുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛന് നല്ല സന്തോഷമാവും. അയാൾ പറയും, ഇവരെ പറ്റിയൊക്കെ ഞാൻ ചെറുതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ജുവോണും സൻഹയും കൂടി ഇങ്ങനെ നടക്കുന്നതാ. അവരിപ്പോൾ സംസാരിക്കുന്നത് ഫുള്ള് നമ്മുടെ ഹേജുനെ പറ്റിയിട്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സൻഹയ്ക്ക് നല്ലതുപോലെ ജലസ് അടിക്കും. അവൻ പറയും, ഓ ഇത്രയും നേരം നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടും നിന്റെ വായിന്ന് ഹേജുനെ പറ്റി അല്ലാണ്ട് വേറൊരു കാര്യം പോലും വന്നിട്ടില്ല എന്ന്. ഹേജുനിപ്പോൾ ഇവരെ എല്ലാവരെയും അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. സൻഹ
സൻഹ അവിടെ പറയും അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നന്നായിട്ടറിയാം, നീ ഇപ്പം എൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന്. അവിടെ നമ്മളുടെ ജുവോൺ ഇവനെ കളിയാക്കാൻ തുടങ്ങും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഹേജും വരും. ഇവൻ ഇത് കണ്ട് വീണ്ടും അങ്ങ് ഒരുമാതിരിയാവും. രണ്ടുപേരെയും വീട്ടിലായിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവനവിടെ ഒരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് അതിനകത്ത് കുറെ എഗ്രിമെന്റും എഴുതി കൊടുക്കും. എന്നിട്ട് പറയും ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്ന്. ആദ്യത്തേതെന്ന് പറയുന്നത് രാത്രിയാവുന്നതിന് മുന്നേ വീട്ടിലെത്തണം എന്നായിരുന്നു. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സൻഹയ്ക്ക് ഭയങ്കര ഇറിറ്റേഷനാവും. കൂട്ടത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇനി മുതൽ നീ എന്നെ ചേട്ടാ എന്ന് വിളിക്കണം എന്ന്. നമ്മുടെ സൻഹ അതിനൊന്നും റെഡി ആവത്തില്ല. എന്നാൽ നമ്മുടെ ജുവോൺ പറയും കഷ്ടമുണ്ട്, എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് സമ്മതിച്ചു കൊടുക്കുകയെന്ന്. അങ്ങനെ നമ്മുടെ സൻഹയാണെങ്കിൽ അതിന് റെഡിയാവും. അവൻ നമ്മുടെ ഹേജിൻ്റെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പിന് സമ്മതിക്കണം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹേജിൻ്റെ വിഷമമെല്ലാം മാറി അവൻ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹേജിനാണെങ്കിൽ അടുത്ത ദിവസം അവൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ആ സലൂണിലായിട്ട് വരുന്നതാണ്. അവിടെ ഓൾറെഡി ഒരു വക്കീലും വന്നിട്ടുണ്ടായിരുന്നു. ഇയാൾ തന്നെയാണ് നമ്മുടെ ഹേജിൻ്റെ അമ്മയുടെ കേസൊക്കെ വാദിച്ചിട്ടുള്ള. അയാൾ നമ്മുടെ ഹേജിനെ പറ്റിയൊക്കെ ഇവൻ്റെ അമ്മയെടുത്ത് വയ്ക്കും. അപ്പോൾ അവർ പറയും ഞാൻ അവനെ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല എന്ന്. സത്യത്തിൽ ഇതൊക്കെ കാണുന്ന നമ്മുടെ ഹേജും വിചാരിക്കുന്നത് അവൻ്റെ അമ്മയ്ക്ക് വേറെ റിലേഷൻ ആയി എന്ന. ഹേജിന് ഇവിടെ പുറകെ നിന്നിട്ട് ഇവരെ നോക്കുന്നത് അവൻ്റെ അമ്മ ശ്രദ്ധിക്കും. അവർ ഭയങ്കര അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹേജും പറയും ഞാൻ നിങ്ങളെ കൂടെ കൂടെ കാണാൻ വരാറുണ്ടായിരുന്നു, നിങ്ങൾ ഇത്ര ഹാപ്പി ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളെ ഹാപ്പി ആയിട്ട് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നിയിട്ടുണ്ട്. അമ്മയ്ക്കിപ്പോൾ വേറൊരു റിലേഷനുമായല്ലേ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരത്തില്ല എന്ന് പറഞ്ഞ് ഹേജിന് അവിടെ നിന്ന് പോകാനൊരുങ്ങും. അവൻ്റെ അമ്മ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ ഒരുങ്ങുമെങ്കിലും അവൻ്റെ അടുത്ത് അവരുടെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കത്തില്ല. അവർ വേഗം തന്നെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനെ വിളിച്ച് കാര്യം പറയും. ഇവിടെ നമ്മളുടെ ഹീജും ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അവൻ്റെ ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ ജുവോണിൻ്റെ അച്ഛൻ കാര്യം അറിയുന്നത് അയാൾ വേഗം തന്നെ നമ്മുടെ ജുവോണിനെയൊക്കെ വിളിച്ച് പറയും. ജുവോണും സൻഹയും അതേപോലെ ദാലും ഒക്കെ നമ്മളുടെ ഹീജുൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നല്ല അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ എവിടെയാണെന്ന് കൂടി അറിയത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ദാലിനാണെങ്കിൽ ഒരു മെസ്സേജ് വരും. അവൾ പറയും ഞാനാണെങ്കിൽ പോയി റെസ്റ്റ് എടുക്കുവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. യഥാർത്ഥത്തിൽ നമ്മുടെ ദാലിന് മെസ്സേജ് വന്നത് ഹേജുൻ്റെ അടുത്തു നിന്നായിരുന്നു. ഹേജുൻ അങ്ങനെ അവളെ വിളിച്ചിട്ട് ഒരു പാർക്കിലായിട്ടിരുന്ന് സംസാരിക്കും. അവൻ പറയും എനിക്കിപ്പോൾ എൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും ജുവോൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. അവരെന്നെ ഭയങ്കര സഹതാപത്തോടെ നോക്കും. എനിക്കിപ്പോൾ നിൻ്റെ അടുത്ത് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റൂ. ഞാൻ എങ്ങനെയാ എൻ്റെ അമ്മ ഉണ്ടായിട്ടോ അമ്മ ഇല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്നത്, എനിക്കതിന് പറ്റത്തില്ല. നീ എനിക്ക് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരണം. ഇവിടെ ദാലിന് സത്യം എല്ലാം അറിയാലോ. അവൾ വിചാരിക്കും ഞാൻ എങ്ങനെ നിൻ്റെ അടുത്ത് ഇപ്പോൾ പറയും നിൻ്റെ അമ്മ മർഡർ കേസിൽ ജയിലിലായതുകൊണ്ടാണ് നിന്നെ കാണാൻ വരാഞ്ഞതെന്ന്. പകരമായിട്ട് നമ്മുടെ ദാലാണെങ്കിൽ അവളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു കേസിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങും. അതായത് അവൾ പറയുന്നത് തന്നെ ഒരാൾ അയാളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ പോലും അറിയാണ്ട് കുറേ ത്യാഗങ്ങളൊക്കെ ചെയ്ത കാര്യമാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹേജിനും മനസ്സിലാവും. അതായത് ഇവള് പറയുന്നതിലും കാര്യമുണ്ട് എന്ന്. നമ്മുടെ ദാല് പറയുന്നത് നീ നിന്റെ അമ്മയെടുത്ത് ഒരു തവണയെങ്കിലും ചെന്ന് സംസാരിക്കണം, എന്തുകൊണ്ടാണ് അമ്മ വരാഞ്ഞത് എന്ന്. അങ്ങനെ നമ്മളുടെ ഹേജിനാണെങ്കിൽ ഇവിടുത്തെ താങ്ക് യു ഒക്കെ പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഹേജിന്റെ അമ്മേനെ വന്ന് കണ്ട് സംസാരിക്കാൻ ഒരുങ്ങും. അവന്റെ അമ്മയാണെങ്കിൽ നടന്ന കാര്യമെല്ലാം പറയും. അവരിങ്ങനെ ജയിലിലായതും അവർക്ക് അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത് എന്നും. അവർ വന്ന സമയത്ത് നമ്മളുടെ ഹേജുൻ അവന്റെ അച്ഛന്റെ കൂടെ നല്ല ഹാപ്പി ആയിരുന്നു. ഇത് കണ്ടിട്ടാണ് അവർ മാറി നിന്നതും എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹേജുൻ ഭയങ്കര അപ്സെറ്റ് ആയിട്ട് അവൻ അവിടെ എഴുന്നേറ്റ് ദേഷിക്കാൻ തുടങ്ങും. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിങ്ങൾ ഇത്ര സ്ട്രഗിൾ ചെയ്തപ്പോൾ എന്തിനാ എന്നെ ഇത്ര സുഖമായിട്ട് ജീവിക്കാൻ വിട്ടത്? നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചുകൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം തന്നെ നമ്മുടെ ജുവോണിന്റെ അച്ഛനും അവിടേക്ക് വരും. ജുവോണിന്റെ അച്ഛനെ കാണുന്നേ നമ്മുടെ ഹേജിന് കുറച്ചുകൂടെ ദേഷ്യം വരും. എന്താന്ന് വെച്ചാൽ ഇത്രയും നാളും അവന്റെ അച്ഛനും അവൻ്റെ അടുത്ത് നിന്ന് ഇതൊക്കെ മറച്ചു വെക്കുകയല്ലേ ചെയ്തത്. അവൻ പറയും എല്ലാവരും എന്നെ ഒരു പൊട്ടനെ പോലെ കാണുന്നത്, അതുകൊണ്ടാണല്ലോ എൻ്റെ അടുത്ത് ഒന്നും പറയാത്തത് എന്നും പറഞ്ഞ് അവൻ ഭയങ്കര ഇമോഷണലായിട്ട് കരയാൻ തുടങ്ങും. അവിടെ നമ്മളുടെ ജുവോണിന്റെ അച്ഛനും അതേപോലെ ഹേജുന്റെ അമ്മയൊക്കെ ഇവനെ സമാധാനിപ്പിക്കും. അവസാനം നമ്മളുടെ ഹേജുന് ഇപ്പോൾ നല്ലതുപോലെ ഓക്കെ ആയിട്ടുണ്ട്. അവൻ അവന്റെ അമ്മേനെയും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരും അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഈവൻ നമ്മളുടെ ഹേജുന്റെ അമ്മയും ഉണ്ട്. അവിടെയായിട്ട് നമ്മളുടെ ജുവോണും സൻഹയും വരും. അവരെ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്യും. ഹേജുന്റെ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടതുപോലെ പ്രിറ്റൻഡ് ചെയ്യണം എന്ന്. അവിടെയായിട്ട് എല്ലാവരും നല്ലതുപോലെ ഫുഡ് കഴിക്കും. നമ്മളുടെ ഹേജുന്റെ അമ്മയ്ക്കും എല്ലാ ഫുഡും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജുവോണും ഹേജുനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാ. ഹേജുൻ ഇപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു. അപ്പൊ നമ്മളുടെ ജുവോൺ പറയും നീ ഒരു കാര്യം ചെയ്യും, അമ്മേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, അപ്പൊ നമുക്കൊരു ഫാമിലി ആയിട്ട് നിന്നൂടെ എന്ന്. ഹേജുൻ അതിനെ പറ്റിയൊക്കെ ആലോചിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ഹേജുനാണെങ്കിൽ ദാലിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നതാ. അവളുടെ ആ ഒരു കാലിന്റെ ബാൻഡേജ് അഴിക്കാൻ വേണ്ടിയിട്ട്. അവൾ അങ്ങനെ നമ്മളുടെ ഹേജുന്റെ കയ്യിലായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഹീജു അവിടെ ഇവരെ രണ്ടുപേരെയും കാണുന്നേ വന്നിട്ട് ചോദിക്കും നിങ്ങൾ ഡേറ്റ് ചെയ്യുവാണോ എന്ന്. എന്നാൽ നമ്മളുടെ ഹേജൻ അവിടെ അല്ല എന്ന് പറയും. ഉടനെ തന്നെ നമ്മുടെ ഹീജു പറയും അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൂടെ വാ, നമുക്കൊരു ഡിന്നർ കഴിക്കാൻ പോവാ എന്ന്. എന്നാൽ നമ്മളുടെ ദാല് പറയാൻ തുടങ്ങും ഇല്ല അവൻ ഇന്ന് എൻ്റെ കൂടെ ഡിന്നർ കഴിക്കുന്നത് എന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് സംസാരമാവും. അത് കഴിഞ്ഞ് ഇവർ ബസ് സ്റ്റോപ്പിൽ വരുന്നത് നമ്മളുടെ ഹേജുനാണെങ്കിൽ ചോദിക്കും നീ ഹീജുനെ ജസ്റ്റ് ഇറിറ്റേറ്റ് ആക്കാനല്ലേ അവളുടെ അടുത്ത് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ. അവിടെയായിട്ട് നമ്മളുടെ ദാലാണെങ്കിൽ അവളുടെ ഫീലിംഗ് കൺഫ്യൂസ് ചെയ്യും. അവൾ പറയും എനിക്ക് ഇത്രയും നാളും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു,
ഇഷ്ടപ്പെടുന്നത് സൻഹേനെയല്ല, അത് നിന്നെയായിരുന്നു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായെന്ന്. എന്നാൽ അവൾ ഇവിടെ പറഞ്ഞ സൗണ്ട് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. അതായത് അവൾ പറഞ്ഞത് അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നവരുൾപ്പെടെ ഓപ്പോസിറ്റ് ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്ന് നമ്മളുടെ ജുവോണിന്റെ എക്സ് ബോയ് ഫ്രണ്ടിലെ അവൻ വരെ കേട്ടിട്ടുണ്ടായിരുന്നു. ദാല് ഭയങ്കര എംബാരസ്ഡ് ആയിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് മുഖവും മറിച്ചങ്ങ് ഓടിപ്പോവും. ഹേജന് നല്ല ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ദാല് വന്ന് ജുവോണിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും. അതേസമയം തന്നെ നമ്മളുടെ ജുവോണിന് വേണ്ടിയിട്ട് മെഡിസിനും അവളുടെ വീടിന്റെ പുറത്തായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ജുവോൺ വന്ന് ഹേജിന്റെ അടുത്ത് ദാലിനെ പറ്റി ചോദിക്കുന്നത്. എന്നാൽ നമ്മളുടെ ഹേജിന് അതിന് റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ല. ഇവിടെ ഒരു 3 പേരോട് ചേർന്നിട്ട് സൻഹയുടെയും ജുവോണിന്റെ റിലേഷൻഷിപ്പിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വീട്ടിലോട്ട് ചെല്ലുന്നത്. അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വീട്ടിൽ ചെല്ലുന്നത് 2 അച്ഛന്മാരും റിലേഷൻഷിപ്പിനെ പറ്റി തന്നെ ആദ്യമേ പറയുന്നത്. അതായത് അവരുടെ ലവേഴ്സിനെ അവർ കണ്ടുപിടിച്ചു എന്ന്. ഇത് കേൾക്കുന്ന സൻഹയൊക്കെ ഭയങ്കര ഷോക്കാവും. പെട്ടെന്ന് തന്നെ സൻഹയും ജുവോണും കൂടി എഴുന്നേറ്റ് എന്നിട്ട് പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും എതിർക്കരുതെന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിലായിട്ട് കൈ പിടിച്ചിട്ട് പറയും, ഞങ്ങൾ ഡേറ്റ് ചെയ്യുവാന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും ഷോക്കാവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.